നാണമില്ലേ മനുഷ്യ എന്ന് ചോദിക്കുകയാണ്. സ്വന്തം കുഞ്ഞിന് കൊടുത്ത 15 ലക്ഷം രൂപ ഇതൊരു ഫേക്ക് ഐ ഡി എന്നാണെന്നാണ് സംശയിക്കുന്നത്. കാര്യം ഇതൊരു 9 years ago എന്ന് കാണിക്കുന്നുണ്ട്, 3 months ago എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട്. എന്തായാലും ശരി, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അക്കൗണ്ടല്ല. കേരള branded Invicta brand, very exclusive. അണ്ണൻ പുതിയ വാച്ച് വാങ്ങിച്ചു, വളരെ വിലപിടിപ്പുള്ള. ആ ബോക്സ് തന്നെ കാണുമ്പോൾ പറയും അണ്ണൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ലൈഫാണ്. തമിഴ്നാട്ടിൽ ആദ്യം ഒരു കൊണ്ടാട്ടി, പിന്നെ കേരളത്തിൽ അമൃത സുരേഷ്, പിന്നെ ഒരു ലിവിങ് ടുഗദർ ഡോക്ടർ എലിസബത്ത്, ഇപ്പം മാമൻ്റെ മോൾ കോകില. എന്തായാലും ശരി, വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കോകില ഇപ്പോൾ സന്തോഷത്തിലാണെങ്കിലും മറ്റ് 3 പേരാണ് വിഷമത്തിലായത്. അണ്ണൻ എൻജോയ് ചെയ്യുമ്പം ചിലരെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് അണ്ണൻ്റെ എൻജോയ്മെൻറ്റ്. കഴിഞ്ഞ ദിവസം എന്നല്ല, കഴിഞ്ഞ ആഴ്ച വേണമെന്ന് പറയാം, അമൃത സുരേഷ് ഈ ബാലയുടെ രക്തത്തിൽ പിറന്ന കൊച്ചിൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയ അണ്ണനെക്കുറിച്ച് കംപ്ലൈൻറ്റുമായി വന്നപ്പോഴാണ് വീണ്ടും ഇതിനൊരു ജീവൻ വെച്ചത്. നമ്മൾ ഈ ദിവസവും ഇതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം എലിസബത്തിൻ്റെ ആ ഒരു നീണ്ട ഒരു വീഡിയോ എന്ന് വേണം പറയാൻ, 1 മണിക്കൂറിനകത്തുള്ളൊരു വീഡിയോ ചെയ്തു. അവർ വോയിസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു ലേഡിയൊക്കെ അത്തരത്തിലൊരു വോയിസ് ഇട്ട് ഈ ബാലയ്ക്കെതിരെ വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥയെന്ന് ആലോചിക്കണം. ഇയാൾ ചില കളികൾ കളിക്കുകയാണ്. ഇയാൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്, ചാരിറ്റി ചെയ്തിട്ട് അത് പബ്ലിസിറ്റി ആക്കും. പബ്ലിസിറ്റിക്ക് വേണ്ടി ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് ബാലയണ്ണൻ. ഇപ്പോൾ ഏതായാലും അണ്ണൻ ഈ കളികളൊക്കെ കളിക്കുമ്പം എലിസബത്ത് വന്ന് ചില കാര്യങ്ങളും മെസ്സേജ്, ഈ കാണുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കസ്തൂരി B2Q, ഇതൊരു ഫേക്ക് ഐ ഡി എന്നാണെന്നാണ് സംശയിക്കുന്നത്. കാര്യം ഇതൊരു 9 years ago എന്ന് കാണിക്കുന്നുണ്ട്, 3 months ago എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട്. എന്തായാലും ശരി, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അക്കൗണ്ടല്ല. കേരളത്തിലെ ബാലയുടെ അല്ലെങ്കിൽ കൂടെ കഴിഞ്ഞവർ അല്ലെങ്കിൽ ഭാര്യമാരായിരുന്നവരെ വിമർശിക്കാൻ വേണ്ടിയുള്ള ഒരു അക്കൗണ്ടാണ്. അത് ഒരു എഡ്യൂക്കേറ്റഡായ ഒരാളുടെ അക്കൗണ്ട്. ഇത് ആരുടെയാണെന്നുള്ളത് ഏകദേശം ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണും. ഇതിനകത്തിൽ നിരവധി കംപ്ലൈൻറ്റുകളാണ് എലിസബത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എലിസബത്ത് അതിൻ്റെ കുറേ റിപ്ലൈസ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നു. എലിസബത്ത് പറയുന്ന കാര്യമെന്ന് പറയുന്നത്, എന്തായാലും ശരി, ഞാൻ നിങ്ങളുടെ തീട്ടവും മൂത്രവും എടുത്ത ഒരാളല്ലേ 3-4 മാസം എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇയാൾ ഇങ്ങനെ കെട്ടി നടക്കുമ്പം ഓരോ പെണ്ണുങ്ങളുടെ ശാപം ഏറ്റ് വാങ്ങിക്കൊണ്ടാണ് ഈ മനുഷ്യൻ്റെ പോക്ക്. ഇത് എന്ത് എൻജോയ്മെൻ്റ് ആണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം മാമൻ്റെ മോള് 3 വയസ്സ് മുതൽ ഡയറി എഴുതി വെച്ചിരുന്നു. മാമൻ്റെ മോള് എല്ലാ ദിവസവും ഇയാൾ 3 കിട്ടുമ്പോഴും മാമൻ്റെ മോള് ഡയറിയിൽ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കവിത രചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ മാമൻ്റെ മോൻ്റെ കാര്യം അത്ര പ്രണയത്തിലായിരുന്നു, അഗാധമായ പ്രണയം, ബാല്യകാലം മുതൽ കോകിലയ്ക്ക്. ഇതൊക്കെ തിരിച്ചറിയാൻ 42 വയസ്സ് വേണ്ടി വന്നു ബാലയണ്ണന്. അതാണൊരു വിചിത്രമായ കാര്യം. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് എന്തിനാ അലക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ചില ഈ നെറികെട്ട പരിപാടികൾ ഒരു യൂട്യൂബർ ഒരു തെളിവോടുകൂടി പറഞ്ഞ ഒരു വോയിസോടുകൂടി പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മുത്തച്ഛനെ പിടിച്ച്, വഴിയെ പോയ ഷർട്ടിടാത്ത ഒരു മുത്തച്ഛനെ പിടിച്ച് വീഡിയോ ചെയ്ത് വരും. ചാരിറ്റിയുടെ പേരിൽ ഈ ഫാൻസിൻ്റെ ഇടയിലൊക്കെ ആളാകുക. അണ്ണന് ഒത്തിരി ഫാൻസൊക്കെ ഉണ്ടായിരുന്നൊക്കെ അണ്ണൻ തന്നെ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോൾ എത്രത്തോളം അതിൻ്റെ വിലയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എലിസബത്ത് സ്ട്രോങ് ആയിട്ട് ആ ഒരു ലേഡി പുറത്ത് വന്നിരിക്കുകയാണ് ബാലയ്ക്കെതിരെ. നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണോ എന്നറിയില്ല. കാരണം 100% സംസാരിക്കുന്നതിൽ 80% മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് വെറുതെ പൊങ്ങച്ചൻ പറഞ്ഞാണോ എന്നറിയില്ല. പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം, അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കേണ്ട. കാരണം സീക്രട്ടായിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ
ഈ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ നോക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവരെപ്പോഴും അവർ തന്നെ പറയുന്നുണ്ട് സോ ഡിപ്രസ്ഡ് എന്ന്. അപ്പോൾ അത്രയും ഡിപ്രഷനുള്ള ഒരാളുടെ മാനസിക വ്യതകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പുറത്തു വരുന്നത്. പക്ഷേ എന്നാലും ശരി, അവരൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ വളരെ മാന്യമായ രീതിയിലുള്ള ഈ മറുപടികളാണ് കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ ചാനൽ ചർച്ചയിലൊക്കെ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ചർച്ചയ്ക്ക് പോവുക, ഇവളാണ് എൻ്റെ എല്ലാം, ഈ ലോകത്തിലെ എന്തോ ഉയിര് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ പരിപാടി. സമയത്ത് എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു ട്രോളാക്കിയിട്ട് എടുത്ത സംഭവമാണ്. അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മ ഇരിക്കുന്നുണ്ട്, ഇന്ന ഭാര്യ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസ്. അതായത് ഈ ഓരോ കല്യാണം കഴിഞ്ഞാണ് ചാനലിൽ പോകുമ്പം അണ്ണൻ ഒറ്റയ്ക്ക് പോകത്തില്ല. അങ്ങനെ നികേഷ് ഇരിക്കുമ്പം റിപ്പോർട്ടിൽ പോയപ്പോൾ പറഞ്ഞു പിന്നെ ബാല ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞ് ഇപ്പം പുള്ളിക്ക് അന്നേരം തന്നെ ഒരു ഇറിറ്റേറ്റഡായി. എന്തായാലും ശരി, നികേഷ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവതാരകൻ്റെ മുന്നിൽ പോകുമ്പോൾ ഇയാൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബാല ഒറ്റയ്ക്ക് ഇരുത്തി ഇൻ്റർവ്യൂ തുടങ്ങി കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇടയ്ക്ക് ഇങ്ങനെ എലിസബത്ത് കം ഹിയർ എന്നും പറഞ്ഞ് വിളിച്ചു. ഇയാൾക്കെന്ന് വെച്ചാൽ ഒരു കവചമാണ്. നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പം ഈ ഇരുമ്പ് ഇതൊക്കെ നെഞ്ചത്തൊക്കെ ധരിച്ചു പോകുന്ന സോൾജേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കവചമാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം. കേസുകളാണ് അത്. മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അപ്പം അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ. ഇയാൾ ഈ ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പം ഈ പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള ഭാര്യയെ വിളിച്ചിരുത്തും. കാര്യം വേറൊന്നുമല്ല, ചില ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ ഇയാൾക്ക് രക്ഷപ്പെടാൻ ഈ ഒരു സപ്പോർട്ട്, ലേഡീസ് സപ്പോർട്ട് വേണം. അതിനുവേണ്ടി മാത്രമാണ് ഈ എലിസബത്തിനൊന്നും ചാനൽ ചർച്ചയിലൊന്നും പോകുന്നത്. ആക്ച്വലി അത് ലീഗലി ഉള്ളൊരു കല്യാണം അല്ല എന്നുള്ളത് പോലും നമ്മൾ വളരെ വൈകിയാണ് നമ്മളറിയുന്നത്. ഫോട്ടോയും ബൊക്കെയൊക്കെ കൊടുത്ത് അണ്ണൻ്റെ സ്ഥിരം പരിപാടി തമിഴ് സിനിമയിലെ മാതിരി ഉള്ള പരിപാടിയാണ് ഇവിടെ. ഈ തമിഴ് നാട്ടിൽ നിന്ന് അവിടുന്ന് എന്തോ അടിച്ചിറക്കി വിട്ടുകൊണ്ടായിരിക്കും കേരളത്തിലോട്ട് ഈ തിട്ടങ്ങളൊക്കെ വന്ന് ഇവിടെ വന്ന് പെണ്ണുങ്ങളെ പറ്റിച്ച് ഇവിടുത്തെ നമ്മുടെ സാംസ്കാരിക കേരളം എന്ന് പറയുന്നിടത്ത് വന്നാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പോൾ അത്രയും സംസ്കാരം നമ്മൾ കൂടിയോണ്ടാണോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. പെണ്ണുങ്ങളെ വീഴ്ത്തുന്ന ഒരു കേന്ദ്രമായി ഹബ്ബായിട്ട് ബാലയെ അങ്ങ് തിരഞ്ഞെടുത്തേക്കാണ് ഈ കേരളം. പിന്നെയും ഉണ്ട് കുറേ കാര്യങ്ങൾ. ഇവർ 2 വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. പക്ഷെ വീട്ടിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറച്ചിൽ. പക്ഷെ എലിസബത്ത് നല്ല കുട്ടിയാണ്, നല്ല മാലാഖയാണ്, തനിത്തങ്കാണ്. അതുകൊണ്ടല്ല ഞാൻ കല്യാണം കഴിച്ചു കഴിയുമ്പം മാലാഖയാണ്, തങ്കമാണ്, പൊന്നാണ്. അതേ ഡയലോഗ് അടുത്ത ലിവിങ് ടുഗദർ ആയാലും മാരേജ് ആയാലും ഏതിലും അണ്ണൻ്റെ സാഹചര്യം നോക്കിയിട്ടാണ് അതൊക്കെ ചെയ്യും. 4ാമത് വന്നത് കോകിലെ ഇപ്പം അങ്ങ് പുകഴ്ത്തി. കോകിലയായിട്ട് എന്തൊക്കെയാ ദേണ്ട കണ്ടില്ലേ കളികളാണ് എൻ്റെ. அந்த பாக்ஸிங் எங்கே இருக்கும், இப்படி திறக்குമ്പോൾ இங்கே இருக்கும். இங்கே வச்சால் போகும், இங்கே வச்சால் வரும். അയ്യോ കോകിലെ ഇങ്ങനെ വെച്ചാ പോകും, ഇങ്ങനെ വെച്ചാ വരും. ഇങ്ങനെ വച്ചാൽ പോകും, ഇങ്ങനെ വച്ചാൽ വരും. അത് കേരളത്തിൽ ഇനിയും വരരുതെണ്ണ. അണ്ണൻ്റെ ഈ വരവ് അങ്ങ് നിർത്തണം. അണ്ണൻ ഈ തമിഴ്നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് കേരളം അങ്ങ് പിടിച്ചിരിക്കുക. നീ പേസു, ഞാൻ മാത്രമേ സംസാരിച്ചോണ്ടിരിക്കുന്നു. അൻപ് தானே இல்ல ഇല്ല, இப்படி பண்ணாதான் നീ പേസുവ. അണ്ണൻ ഇങ്ങനെ ഓരോന്ന് കുറെ പണി ഇരിക്കുകയാണ് ഇപ്പോൾ. ഈ പ്രശ്നങ്ങളെ കുറിച്ച് വീഡിയോയിൽ തൽക്കാലം വരേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ്, ഞാൻ ഈ വീഡിയോയിൽ വരണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ സാഹചര്യം സമ്മതിക്കുന്നില്ല. പക്ഷേ ചില സമയം നമ്മൾ ശബ്ദമില്ലാണ്ടിരിക്കുമ്പോൾ ഈ കള്ളത്തനങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. കള്ളത്തനം ചെയ്യാത്ത ഒരു എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ്. എൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ്. അതെ, ഇപ്പം എല്ലാം കോടതിക്കാണല്ലോ. എല്ലാം കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് കോടതിയേ ഉള്ളൂ. കോടതിയെ പോലും വെട്ടിച്ച്
പൈസ അടിച്ചുകൊണ്ട് പോയ മാന്യൻ്റെ കേസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാണമില്ലേ മനുഷ്യ എന്ന് ചോദിക്കുകയാണ്. സ്വന്തം കുഞ്ഞിന് കൊടുത്ത 15 ലക്ഷം രൂപ ഇത്രയും ഈ നമുക്കൊക്കെ അറിയാം, ഇയാൾക്കൊരു 1000 കോടി രൂപയൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് ഈ കോകിലൊക്കെ അതിൻ്റെ പേരിലാണ് വീണെന്ന് എനിക്ക് സംശയമുണ്ട്. 1000 കോടി അവിടെ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ലീഗലി അതെല്ലാം കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് കല്യാണം തുടങ്ങിയത്. എന്നിട്ട് ഈ 15 ലക്ഷം രൂപ അടിച്ചുകൊണ്ടും പോയി സ്വന്തം കൊച്ചിൻ്റെ. ഇപ്പോൾ ചെറിയ കാര്യം പറയാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസിനെ പറ്റി പറയാൻ. ഇങ്ങൾക്ക് ഫാൻസൊക്കെ ഉണ്ടോ ഇപ്പം? നിങ്ങളുടെ ബാല, ഞാൻ ഇത്രയും വർഷം നിങ്ങളെ പരിചയമുണ്ട്. റേപ്പിസ്റ്റ്, പെണ്ണെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു, ഫോർജറി ചെയ്തു, തട്ടിപ്പ് കേസ്. അതേപോലെ ഗ്രൂപ്പ് സെക്സ്, അത് വീട്ടിലല്ല, ചെന്നൈയിലെ വീട്ടിലെ വേലക്കാരെല്ലാവരെയും വെച്ചിട്ട് സെക്സ് വെച്ചാണ്. ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ആ എലിസബത്തിൻ്റെ അത് ടോക്ക് എടുക്കുന്നില്ല. ഇപ്പം ഇവർ ഈ ഗ്രൂപ്പ് സെക്സ് എന്ന് പറഞ്ഞ ഇത് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ അണ്ണനെ മസാജ് ചെയ്യാൻ വന്ന മറ്റൊരണ്ണൻ്റെ മുന്നിൽ വെച്ച് അണ്ണൻ എന്തോ പറഞ്ഞു എന്നാണ് എലിസബത്ത് പറയുന്നത്. പക്ഷേ അണ്ണൻ അതങ്ങ് മാറ്റി ഗ്രൂപ്പ് സെക്സ് ആക്കി. ഈ ഗ്രൂപ്പ് സെക്സ് എന്നൊക്കെ പറയുന്ന മീനിങ് അണ്ണൻ അറിയാമേത്തോണ്ടാണ് ഇത് പറയുന്നത് എനിക്കറിയത്തില്ല. അണ്ണൻ അങ്ങനെ അങ്ങ് അടിച്ചു വിടുക. സൂപ്പർ. ഡൊമസ്റ്റിക് വയലൻസ്, அந்த ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം എനിക്ക് എവിഡൻസ് ഉണ്ട്, പോലീസോടെ എവിഡൻസ് ഉണ്ട്, കാണിക്കാം. അണ്ണൻ ഈ എവിഡൻസും തെളിവും നിയമവും ഒക്കെ അണ്ണന് മാത്രം അനുകൂലമാണല്ലോ. അണ്ണൻ ഇനിയും കെട്ടുപോണ ഇങ്ങനെ. ചാരിറ്റി ബൈ ഫ്രോഡുലൻസ്, വെരി നൈസ്. ഒരു 21 കോകില, 21, 22, 20, 21 ഏതെങ്കിലും ആട്ടോ, ഒന്ന് ഉറപ്പിക്കേ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ മാസം ഒരു പെൺകുട്ടിക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്തു വെച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ്. പറഞ്ഞിട്ട് കാര്യമില്ല, യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പറയും, കണ്ടോ കണ്ടോ, ഹാർട്ടിൽ ആദ്യം ഹോളിട്ടു പിന്നെ അടച്ചു, അവൻ ഫ്രോഡാണെന്ന് പറയും. വെരി നൈസ്. അണ്ണൻ തന്നെ അണ്ണൻ്റെ കാര്യം വിളിച്ചു പറയും, നമ്മൾ പറയണ്ട. എന്നാണ് ബില്ല് തരാം, പകുതി കാശ് നിങ്ങൾ അടക്കി. ദിസ് ഈസ് എ പ്ലാൻ. ഒരു കാര്യം, ഒരു നന്മ ചെയ്തിട്ട് അത് ഈ സെലിബ്രിറ്റി വിളിച്ചു പോവുക എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ചെയ്താൽ അത് അറിയാതെ ചെയ്യണം. മാധവസേവ എന്നൊക്കെ പറഞ്ഞ സംഭവം. അതായത് നമ്മൾ ഈ സേവ ചെയ്യുന്നത് നമ്മളൊരു ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും, ഹാർട്ടിനായാലും എന്തിനായാലും നമ്മൾ 10 രൂപ ആയാലും 1 ലക്ഷം ആയാലും 1 കോടി ആയാലും കൊടുക്കുമ്പം അത് അറിയരുത്. പല ക്ഷേത്രങ്ങളിലും ഇന്നും നമുക്കറിയാം, ചെറിയൊരു പരിപാടി, ഭാഗവത പാരായണം അല്ലെങ്കിൽ ഓരോന്നും കാപ്പ് പേരങ്ങ് വെക്കുക നോട്ടീസിൽ. എന്തിനാണെന്ന് വെച്ചാൽ ഈ പേര് വരാൻ വേണ്ടിയാണ്. പക്ഷേ അതിനകത്തിൽ ചില നോട്ടീസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന പരിപാടി ഇവിടെ സ്പോൺസർ ചെയ്ത ഒരു ഭക്തൻ, അതാണ് ഒരു ഇതെന്ന് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ പബ്ലിസിറ്റി അത്തരത്തിലുണ്ടാക്കുന്ന അണ്ണനാണ് ബാലയണ്ണൻ. പ്ലാൻഡ് മാസീവ് അറ്റാക്ക്. ഞാൻ പോലും ഇന്നവരെ എഴുതി വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? എഴുതി വെച്ചാണ് ഈ പ്ലാൻഡ് മാസീവ് അറ്റാക്ക്. ഇത് തന്നെയാണ് എലിസബത്ത് പറയുന്ന ഈ കസ്തൂരി SB2Q. ഈ 2Q ആരാണെന്ന് കണ്ടുപിടിച്ചാൽ ഇത് ബാലയുടെ കൈകളാണോ, ബാലയുടെ PR ആണോ എന്നും നമുക്ക് ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശരി, അണ്ണൻ്റെ എൻജോയ് ചെയ്ത ലൈഫിൽ പൂത്തിരിയൊക്കെ ആണല്ലോ അണ്ണല്ലേ. ബാലന് പറയുന്ന ഒരു ആക്ടറല്ല, ബാലൻ പറയുന്ന ഒരു വ്യക്തിക്ക് ലൈഫോടെ ടേണിംഗ് പോയിന്റ് കോകില വന്നത്. കോക്കിലയായിട്ട് അങ്ങനെ സുഖിച്ച് കഴിയാണ്. എന്തായാലും ശരി, വിവാദങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വിവാദങ്ങളുണ്ടാകും. നമ്മളിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനിയെങ്കിലും ഈ സ്ത്രീകളുടെ ശാപം അണ്ണനേക്കാതെ നോക്കണേ, 4 നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.